തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചുവെന്നല്ലാതെ PR വർക്ക് ചെയ്തിട്ടില്ലെന്ന് പറയുകയാണ് ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറായ ജിൻഡോ. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ജിൻഡോ. തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചുവെന്നല്ലാതെ PR വർക്ക് ചെയ്തിട്ടില്ലെന്നാണ് ജിൻഡോ പറയുന്നത്. ഹൗസിൽ കയറിയാൽ കപ്പും കൊണ്ടേ വരുമെന്നത് ഒരു വർഷം മുമ്പ് തന്നെ ഉറപ്പിച്ചിരുന്നുവെന്നും അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് കയറിയതെന്നും ഇപ്രാവശ്യം ഹൗസിൽ ഉണ്ടായിരുന്ന എല്ലാവരും ബ്രില്യൻ ഗെയിമേഴ്സ് ആയിരുന്നുവെന്നും മൈനസ് ഉള്ളവരെ ഏഷ്യാനെറ്റ് ഷോയിലേക്ക് കൊണ്ടുവരില്ല, വലിയൊരു ഡ്രീം ആയിരുന്നു ബിഗ് ബോസ് കപ്പ് എന്നും പൊതുവെ എല്ലാവരും കപ്പ് കിട്ടിയാൽ അതെടുത്ത് ഉയർത്തും, താൻ മുട്ടുകുത്തി വണങ്ങുകയാണ് ചെയ്തതെന്നും പ്രാർത്ഥിച്ചവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും നന്ദി പറഞ്ഞതാണ് താനെന്നും ജിൻഡോ പറയുന്നു. നമ്മൾ ഷോയിൽ കയറുമ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ ഒരാളെ നമ്മൾ ഏൽപ്പിക്കും. അത് താൻ മാത്രമല്ല എല്ലാ മത്സരാർത്ഥികളും ഏൽപ്പിച്ചിട്ടുണ്ടാകുമെന്നും അകത്ത് നിൽക്കുന്ന മത്സരാർത്ഥി നന്നായി വർക്ക് ചെയ്താൽ മാത്രമേ പുറത്തു നിൽക്കുന്നയാൾക്ക് ആ കണ്ടന്റ് എടുത്ത് പോസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നും തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ടാണ് എല്ലാവരും ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നത്. ഇന്നത്തെ ആളുകൾ മണ്ടന്മാരല്ല, നമ്മൾ ചെയ്യുന്ന നല്ല കണ്ടന്റുകൾ സോഷ്യൽ മീഡിയ വഴി എടുത്തിടാൻ പുറത്തൊരാൾ വേണമെന്നും ജിൻഡോ വ്യക്തമാക്കി. ഹൗസിൽ നെഗറ്റീവ് വൈബ് ഉള്ളതായി തോന്നിയിട്ടില്ലെന്നും തനിക്ക് എല്ലാം പോസിറ്റീവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ സ്വന്തം വീട് ജപ്തി ചെയ്ത് പടിയിറങ്ങി പോകുമ്പോഴുണ്ടാകുന്ന വിഷമമായിരുന്നു തനിക്കെന്നും ജിൻഡോ പറയുന്നു. അവസാനം ഹൗസിൽ നിന്നും വരേണ്ടെന്ന് വരെ തോന്നിയിരുന്നു. അത്ര അറ്റാച്ച്ഡ് ആയിരുന്നു. താൻ ജയിക്കാതിരിക്കാൻ സഹ മത്സരാർത്ഥികൾക്ക് രഹസ്യ അജണ്ട ഉണ്ടായിരുന്നുവെങ്കിൽ അത് അവരുടെ ഗെയിമാണ്. അതുപോലെ അവർ കപ്പടിക്കാതിരിക്കാൻ താനും തന്റെ കളികൾ കളിച്ചിട്ടുണ്ടെന്നും കഷ്ടപ്പെട്ട് പണിയെടുത്താണ് ഈ വിജയം നേടിയതെന്നും എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, തന്നെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് 100% ഉറപ്പായിരുന്നു. അതുകൊണ്ട് നോമിനേഷനിൽ പേടി ഉണ്ടായിരുന്നില്ല എന്നും ജിൻഡോ പറയുന്നു. ഹൗസിൽ നമ്മൾ കളിക്കുന്ന ചില ഗെയിം നല്ലതായിരിക്കില്ല, ചീത്തയായിരിക്കും. ചിലപ്പോൾ നുണയാകും പറഞ്ഞിട്ടുണ്ടാകുക. താൻ ഇഷ്ടം പോലെ നുണകൾ പറഞ്ഞിട്ടുണ്ടെന്നും പക്ഷേ നുണ പറയാത്തവർ ആരും അവിടെ ഇല്ലെന്നും ഈ ലോകത്ത് തന്നെ നുണ പറയാത്തവർ ഉണ്ടാകില്ല, താൻ നുണ പറയാറില്ലെന്ന് ഒരാൾ പറഞ്ഞാൽ അതാകും ഏറ്റവും വലിയ നുണയെന്നും ജിൻഡോ പറയുന്നു. ഹൗസിൽ പറയുന്ന കള്ളങ്ങൾ തിരുത്തേണ്ട ആവശ്യമില്ലെന്നും നമ്മൾ സോറി പറഞ്ഞാൽ മതി, സോറി പറയാൻ തയ്യാറായില്ലെങ്കിലാണ് കുഴപ്പമെന്നും ജിൻഡോ പറയുന്നുണ്ട്. പലരുടെയും സ്നേഹം തിരിച്ചറിഞ്ഞത് ബിഗ് ബോസ് വിജയത്തിന് ശേഷമാണെന്നും താൻ അറിയാത്തവർ പോലും തന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചുവെന്നും തന്റെ ഒപ്പം മത്സരിച്ചവരെ അനിയന്മാരും അനിയത്തിമാരുമായാണ് കണ്ടത്, അതുകൊണ്ട് അവർ തന്നെ പറ്റി എന്ത് പറഞ്ഞാലും തനിക്ക് പ്രശ്നമില്ലെന്നും അവർക്ക് ഫീൽ ചെയ്തതുകൊണ്ട് പറഞ്ഞതാകും, അതിൽ കുഴപ്പമില്ലെന്നും ജിൻഡോ പറയുന്നുണ്ട്. അതേസമയം സീസൺ 1 മുതൽ ബിഗ് ബോസ് സ്വപ്നമായി കൊണ്ട് നടന്നിരുന്ന വ്യക്തിയാണ് ജിൻഡോ. നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ജിൻഡോയുടെ മുഖം ആളുകളുടെ മനസ്സിൽ പതിഞ്ഞത് ബിഗ് ബോസ് സീസൺ 6-ൽ മത്സരാർത്ഥിയായി വന്ന ശേഷമാണ്. തുടക്കത്തിൽ പ്രേക്ഷകരും സഹ മത്സരാർത്ഥികളും എഴുതി തള്ളിയ വ്യക്തിയായിരുന്നു ജിൻഡോ. എന്നാൽ 1ാമത്തെ ആഴ്ചയ്ക്ക് ശേഷം ജിൻഡോ ട്രാക്കിൽ കയറുകയും ബുദ്ധി ഉപയോഗിച്ച് കളിച്ച് ആരാധകരെ നേടുകയുമായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ കണ്ടന്റ് മേക്കിംഗിൽ മുന്നിൽ നിന്ന മത്സരാർത്ഥിയും ജിൻഡോ ആയിരുന്നു. എന്നാൽ ജിൻഡോയുടെ വിജയത്തിനു ശേഷം PR വർക്ക് കൊണ്ട് മാത്രമാണ് ജിൻഡോ വിന്നർ ആയതെന്ന തരത്തിൽ ആക്ഷേപവും ഉയർന്നിരുന്നു. സഹ മത്സരാർത്ഥികളിൽ നിന്ന് പോലും ഇത്തരത്തിലൊരു സംസാരം വരികയും ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.